എല്ലാ സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യും. ചെക്ക് പോസ്റ്റിൽ എല്ലാവരും അലർട്ടായിരിക്കാൻ പറ. ആ ഗ്യാങ്ങിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ എന്നെ വിളിക്കാൻ പറ. എന്ത് പറ്റി? എന്താ പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞേ? ഒരു ചെറിയ പ്രശ്നം, അത് സോൾവ് ആയി. ഏട്ടാ, എന്താ മോളെ? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് ഒന്നുമില്ല മോളെ. ഞാൻ അന്വേഷിച്ചാൽ പോലും നല്ലൊരു പയ്യനെ കണ്ടെത്താൻ പറ്റൂ. എന്നാ നീ ഒരു ആണത്തുള്ളവനെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ നീ ഒരു ടൈം പാസിന് ലവ് ചെയ്യുന്ന പ്ലേ ബോയ് ആണെന്ന് വിചാരിച്ചത്. എന്നാ നീ ഒരു സിൻസിയർ ലവർ തന്നെ. DCI എന്നെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ നെറ്റ്വർക്ക് തന്നെയാണ്. VIP-കളെ കടത്തിക്കൊണ്ടുപോയി പണം തട്ടുന്ന ഗ്യാങ് പോലുണ്ട്. എനിക്കൊരു ചെറിയ ക്ലൂ കിട്ടിയാൽ മതി, എല്ലാത്തിനെയും പിടിച്ച് ഞാൻ അകത്താക്കും. നന്നായിട്ട് ആലോചിച്ച് പറ. ആരുടെയെങ്കിലും മുഖം നീ നേരിട്ട് കണ്ടോ? ഓർമ്മയുണ്ട് സർ. വീണ്ടും കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ആരാന്ന് തന്നെ പറയാം സർ. വെരി ഗുഡ്. ആരാന്ന് പറ. ഞാൻ തന്നെ. എന്താ നീ പറയുന്നത്? 6 മാസം മുമ്പ് കേരള പോലീസിന് തലവേദന ഉണ്ടാക്കിയ ഹോട്ട് ന്യൂസ് പറയട്ടെ. ഒരു കണ്ടെയ്നറിൽ ഫുൾ കറൻസി വന്നു. അത് നിങ്ങളാണ് കണ്ടുപിടിച്ചത്. അതെ, ഞാനാ പിടിച്ചേ. അന്ന് കണ്ടെത്തിയ 50 കോടിയാ ഗവൺമെന്റിൽ അടച്ചത്. അത് നാട്ടുകാരോട് പറഞ്ഞ കാര്യമല്ലേ? നിങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ആ കണ്ടെയ്നറിൽ മൊത്തം 300 കോടി രൂപയുണ്ടായിരുന്നു. അതിൽ വെറും 50 കോടിയാണ് സർക്കാരിന് കൊടുത്തത്. ബാക്കി 250 കോടി അവിടെ. ആരടാ നീ? അർജുൻ രാമകൃഷ്ണൻ, CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. തെറ്റ് ചെയ്ത ക്രിമിനൽസിനെ പോലീസ് പിടിക്കും. പക്ഷെ പോലീസിന് ക്രിമിനലായി മാറിയാൽ ഞങ്ങളെപ്പോലുള്ള CBI പിടിക്കും. നിന്നെ പിടിക്കാൻ വേണ്ടി തന്നെ നിന്റെ അനിയത്തെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ച് ഈ വീട്ടിൽ കയറി പറ്റിയത്. ഓഫീസേഴ്സ്, Excuse me, sir. Give me one more. Thank you. Please. ഇത് പൊട്ടിക്ക്. താഴെ ഇറക്ക്. ഇവിടെ കുഴിയെടുക്ക്. സർ, മുതലാണ്ട് നായ അടക്കം ചെയ്തു. സാരമില്ല, കുഴിക്കാം. ഇത് പൊട്ടിക്ക്. Sir. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത പണത്തിന്റെയും സ്വർണത്തിന്റെയും ഡീറ്റെയിൽസ് ആണിത്. സൈൻ ചെയ്. നമുക്കിടയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്. നിനക്ക് എത്ര പണം വേണമെന്ന്? തെറ്റ് ചെയ്തവന് മാപ്പ് കൊടുക്കാം. എന്നാൽ ചെയ്ത തെറ്റ് മറയ്ക്കാൻ ശ്രമിക്കുന്നവന് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. സൈൻ ദ പേപ്പർ. അപ്പൊ പോകാം. നിങ്ങൾ പെർമിഷൻ തന്ന നാളെ ഞാൻ അഡ്വക്കേറ്റിനെയും ഓഡിറ്ററെയും കൂട്ടി വരാം. നോ സാർ, അത് നിയമവിരുദ്ധമാണ്. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്നതുകൊണ്ട് ഞാൻ സമ്മതിക്കാം. ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ നിങ്ങൾ CBI ഓഫീസിൽ വന്ന് സറണ്ടർ ആവണം.